കുഞ്ഞാക്ക വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആര് ജയിക്കും, അതാണ് ഇന്നത്തെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ചോദ്യം. യാതൊരു സംശയമില്ല, UDF വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഉറപ്പാ? ഒരു സംശയമില്ല. ഈ കേരളത്തില് മുഴുവനായിട്ട് UDF-ന് സീറ്റ് മുഴുവൻ 100 സീറ്റിന്റെ മുകളില് UDF-ന് ഉണ്ടാവും. ഉറപ്പല്ലേ? ഇപ്പം ഞങ്ങളെ കുഞ്ഞാക്കപ്പ ടീം ആം ആദ്മി പാർട്ടിയാണ്. അപ്പൊ അതിന്റെ പോസ്റ്റർ കാട്ടി തരാം. അബൂബക്കറിനെ എല്ലാരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ചൂല് അടിയാളാണ്, എല്ലാരും വോട്ട് ചെയ്യാൻ വെക്കണോലൊക്കെ. പിന്നിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് എത്തൂല. അതല്ല ജയിച്ചില്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് അഥവാ നിങ്ങള് ജയിച്ചാണെങ്കിൽ എന്താ ജയിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി കേരളത്തില് ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 200 യൂണിറ്റ് കറണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കും. ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങള് ജയിച്ചാണെങ്കിൽ LP സ്കൂളിലെ UP സ്കൂളാക്കി. അത് LP സ്കൂള് വേണം, UP സ്കൂളും വേണം. അതൊക്കെ സർക്കാരിന്റെ കീഴിലാവുന്നു മാത്രം. അതങ്ങനെ. പക്ഷെ എന്റെ വീട് കളമംഗലാണ്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറയണേ LP സ്കൂളും UP സ്കൂളും കൂട്ടണം, എന്നിട്ട് UP സ്കൂളാക്കണം, LP സ്കൂൾ വേണ്ടെന്നൊക്കെ. അത് അങ്ങനെ ചെയ്യാം. നാട്ടിലെ ആളുകള്, ആ പഞ്ചായത്തിലെ ആ വാർഡിലെ ആളുകൾ ഒരുമിച്ച് കൂടി തീരുമാനിച്ചാൽ അങ്ങനെ ആക്കാൻ കഴിയുമല്ലോ. അത് ഒരാള് എല്ലാരും 100 ആൾക്കാരുണ്ട്. 100 അല്ല, ഒരു വാർഡില് 10% ആളുകൾ പങ്കെടുത്താണ്. അതല്ലേ, ഇപ്പൊ 100 ആൾക്കാരുണ്ട്. അതില് 99 ആൾക്കാർക്കും ഇങ്ങനെ സ്കൂൾ മാറ്റുന്നുണ്ട്. ഒരാള് മാത്രം വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓനോട് പോയി പണി വെക്കാൻ പറഞ്ഞാൽ അപ്പൊ ഓല് പറയണ കൂട്ടൂല. ഓനൊരു വരിയില്ല. അപ്പൊ ഈ പൊല്യൂഷനെ പറ്റിയോ? പൊല്യൂഷൻ എന്താ പൊല്യൂഷൻ ഈ വായുമലിനീകരണം നമ്മളെ വീടുകളിലൊന്നും വായുമലിനീകരണം ചെയ്യാൻ പാടില്ല. ഈ ഇപ്പത്തെ എത്തിക്കുക, അതേമാതിരി മറ്റുള്ള പൊല്യൂഷൻ പിന്നെ മറ്റേ പ്രശ്നം ഉണ്ടാകണ ഒന്നും സമ്മതിക്കാൻ പാടില്ല. ആർക്കും അതിന് അവകാശമില്ല. ഇപ്പൊ ഈ കേരളത്തില് LF അല്ലെങ്കിൽ ഇപ്പത്തെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയാണല്ലോ ഈ ഹരിതകർമ്മസേന. അപ്പം ഇനി നിങ്ങളാണെങ്കിൽ അത് ഇനി തുടരുക, അതോ അതിന്റെ അടിയിലൊന്നും മികച്ച ഉണ്ടാക്കും? അത് നല്ലൊരു ചോദ്യമാണ്. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഓരോ വീട്ടിൽ നിന്നും 50 രൂപ, കടകളിൽ നിന്ന് 100 രൂപ പിരിച്ചറിഞ്ഞെങ്കിൽ അങ്ങനെ നമ്മളെ വീടിന്റെ നികുതി, ഒരു വീടിന്റെ നികുതി ആകെ 300-400 റുപ്യ വരുള്ളൂ. ഈ ഹരിതകർമ്മസേനക്ക് 50 റുപ്യ വെച്ച് കൊടുക്കുമ്പോൾ 12 മാസത്തിന് 50 വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 600 റുപ്യ കൊടുക്കണം. അത് നമ്മൾ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങള് അല്ലെങ്കിൽ അജൈവ മാലിന്യങ്ങള് അതൊക്കെ പഞ്ചായത്ത് ശേഖരിച്ച് വേണ്ടുന്ന രീതിയിൽ ചെയ്യുക എന്നല്ലാതെ ഈ ആളുകളേക്കൊന്ന് പിരിച്ചു വാങ്ങുക എന്ന് പറയുമ്പോൾ അത് വലിയ തെറ്റാ. അത് സമ്മതിക്കാൻ പാടില്ല. ഇപ്പം ഈ വീടിന്റെ നികുതിയൊക്കെ നല്ലോണം കൂട്ടില്ലേ? അത് എത്രത്തോളം നിങ്ങൾ കുറക്കും? നികുതി കൂട്ടി എന്ന് പറയുമ്പം അത് ഈ 5-10 കൊല്ലത്തിലിടക്ക് പിണറായി സർക്കാർ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അത് അന്യായമായി. നല്ലോണം കൂട്ടിയിട്ടുണ്ട്. അത് അന്യായമാണ്. അത് കുറക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പം ഈ 60 വയസ്സുള്ള പെൻഷൻ പൈസ അല്ലേ, അതിപ്പോ വീടിന്റെ മുറ്റത്ത് കട്ടിട്ടാണ്. അത് ഈ വീട് 2 ട്ടിയാണ്, 3 AC ഉണ്ട്, 2-4 കാറുണ്ട്, അങ്ങനൊക്കെ ഉണ്ടായിട്ട് കുറക്കണ പരിപാടി ഉണ്ടോ? അതായത് ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാല് കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് കൊടുക്കേണ്ടത്.
അപ്പൊ ആ മാനദണ്ഡം അനുസരിച്ച് ഉണ്ടാവുമ്പോ ടെറസ് വീടുകൾക്കും AC വെച്ച വീടുകൾക്കൊന്നും കൊടുക്കാൻ അർഹതല്ല, അവകാശമല്ല. പക്ഷെ ഓരോ സംസ്ഥാന സർക്കാരും അതിന് വേണ്ടുന്ന ഫണ്ടുകൾ കൂട്ടി വെക്കുമ്പോൾ അവർക്ക് തീരുമാനിക്കാം. അത് ഓരോ പഞ്ചായത്തുകൾക്കും തന്നെ തീരുമാനിക്കാൻ കഴിയുന്ന വിഷയമാണ് അതൊക്കെ. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു പെൻഷൻ രാജ്യം നൽകണം എന്ന് പറയുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ ആം ആദ്മി പാർട്ടി അങ്ങനെ പറയണില്ല എന്നുണ്ടെങ്കിലും വൺ ഇന്ത്യ വൺ പെൻഷൻ OIOP ഇവര് പറയുന്നതാണ് അതിന്റെ യഥാർത്ഥ വശം. ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്നവരാണ് ഓരോ പൗരന്മാരും. അപ്പൊ 60 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു പെൻഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് വാങ്ങാനുള്ള അവകാശം ഓരോ പൗരന്മാർക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല, ഇപ്പൊ ഒരു വീട്ടില് മെയിനായിട്ട് വീടുണ്ടാക്കിയ ആള് ആ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ കല്യാണം കഴിച്ചു വന്നത് വേറെ ആളാണ്. പക്ഷെ ആ കല്യാണം കഴിച്ചു വന്ന ആൾക്ക് തുള്ളി പൈസ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ എന്താ കാട്ടുക? അത് മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ മാനദണ്ഡം അതിനനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതില് ഒരു വീട്ടിലിപ്പം മകനായ വ്യക്തി ഒന്നും ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ആ മാനദണ്ഡം പരിശോധിക്കും. അർഹത ഉണ്ടെങ്കിൽ കൊടുക്കും, അർഹത ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഉണ്ടായിരുന്നത് നിയമം, എൻ്റെ അഭിപ്രായം. ഇപ്പം ഈ സർക്കാർ ഈ CC ക്യാമറ വണ്ടി ഓവർ സ്പീഡിൽ പോണേന് അങ്ങനെ ഇതൊക്കെ വണ്ടി ഓവർ സ്പീഡിൽ പോവാണെങ്കിൽ അതിന് ഫൈന്. ഓവർ സ്പീഡിൽ പോണതും അതേമാതിരി റോഡിന്റെ നിയമങ്ങൾ പാലിക്കാത്ത ആളുകൾക്ക് വളരെ വലിയ എന്താ പറയാ, വളരെ വലിയ രീതിയിൽ തന്നെ ഫൈൻ ഈടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങളെ പാർട്ടി എങ്ങനെയാണ് പറയുന്നത്? അല്ല, പാർട്ടിന്റെ അല്ല, അത് ഓരോ വ്യക്തികൾക്കും അഭിപ്രായം തന്നെയായിരിക്കും. നമ്മള് പഞ്ചായത്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാന നാഷണൽ തലത്തില് ഇങ്ങനൊക്കെ ഒരു നിയമമുണ്ട്. ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. ആ നിയമം പാലിക്കേണ്ടത് ഓരോ പൗരന്റെയും ചുമതലയാണ്. അതല്ല, ഇപ്പൊ ഈ കറുപ്പ് കളറിലെ ബസ്, പച്ച കളർ പെയിന്റ് അടിച്ച ബസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തിനാണ് ഈ സർക്കാർ, ഇപ്പൊ LDFന്റെ സർക്കാർ അതൊന്നും പാടില്ല, വെള്ളം മാത്രം പറ്റുള്ളൂ എന്ന് പറഞ്ഞേ? അങ്ങനെ നിയമം സർക്കാർ കൊണ്ടുവന്നതുകൊണ്ട് അതേ പാടുള്ളൂ. നിയമനിർമ്മാണ സഭ, അതായത് MLA-മാരെ തെരഞ്ഞെടുക്കുന്നത് നിയമനിർമ്മാണ സഭയിലേക്കാണ്. അപ്പൊ സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് നിയമസഭന്റെ അവകാശമാണ്, അധികാരമാണ്. അപ്പൊ ആ കാര്യത്തിൽ അവര് തീരുമാനിച്ചെടുക്കുന്ന തീരുമാനത്തെ നമ്മൾ പിന്തുണക്കുക എന്നുള്ള. അല്ല, ഇപ്പം ഈ ബസ് കൊട്ടണോർക്ക് വലിയ തുക കിട്ടും. ഇപ്പം ഇവിടുന്ന് ഗോവയ്ക്ക് പോണെങ്കിൽ അതിന് കുറെ പൈസ കിട്ടും, അങ്ങനെ കിട്ടും. പക്ഷെ ഈ പെയിന്റ് നോക്കിയിട്ടൊക്കെ സ്കൂൾ കുട്ടികള് ഇത് വേണ്ട അങ്ങനൊക്കെ പറയണേ. അതിനെ കുറിച്ച് അല്ല, അത് സ്കൂൾ കുട്ടികളെ തകരാറാണ്. സ്കൂൾ കുട്ടികൾക്ക് ശരിക്ക് ഇന്ത്യന്റെ ഭരണഘടന എന്താണെന്നോ പഞ്ചായത്ത് രാജ് നിയമം എന്താണെന്നോ അല്ലെങ്കിൽ റോഡ് നിയമങ്ങൾ എന്താണോ ഒന്നും അറിയില്ല. അപ്പൊ സ്കൂളിൽ പഠിച്ചിന ബുക്കിലൊക്കെ ഉണ്ടല്ലോ അത് കൊറേ എന്ത് റോഡ് നിയമവും റോഡില് പോകുമ്പോ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. ഉണ്ട്. ഏത് ക്ലാസ്സിൽ? 5 ഒക്കെ ഉണ്ട്. ട്രാഫിക് നിയമം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ട്രാഫിക് നിയമം 18 വയസ്സായ കുട്ടി ഈ വണ്ടി ഓട്ടണോലല്ല, ഈ സൈഡിൽ കൂടെ നടക്കുമ്പോ റോഡിൽ എന്തൊക്കെ പാലിക്കണ്ടേ അങ്ങനൊക്കെ അങ്ങനെ പഠിക്കണ്ടോ? അങ്ങനെ പഠിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ പഠിച്ചൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായി വരിക എന്നുള്ളത് നല്ല കാര്യം, അതിലും കുഴപ്പമില്ല. ഇപ്പൊ ഈ ലഹരി കൊറേ ഇല്ലേ, കള്ള് അങ്ങനത്തൊക്കെ, അതിപ്പോ സർക്കാരല്ലേ പുറത്തേക്ക് ഇറക്കണേ. അപ്പൊ സർക്കാരിനെ നിർത്തിക്കൂടെ? അപ്പൊ നിങ്ങളാണ് നിർത്തും. ആം ആദ്മി പാർട്ടിക്ക് മദ്യ നിയമത്തിലൊരു പ്രത്യേക അഭിപ്രായമുണ്ട്. മദ്യം നിരോധിക്കുക എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി താല്പര്യപ്പെടുന്ന വിഷയമല്ല.
അത് കോൺഗ്രസും CPM ഒക്കെ രണ്ട് തട്ടില്, അതല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മദ്യം രാജ്യത്ത് നടപ്പിലാക്കേണ്ട വിഷയം തന്നെയാണ്. ആവശ്യമുള്ളവർ കുടിക്കട്ടെ, ആവശ്യമില്ലാത്തവർ കുടിക്കണ്ട. ഇപ്പൊ നമ്മളെ ഈ മറ്റേ സേനകള്, മിലിറ്ററി, പട്ടാള വകുപ്പിലൊക്കെ മദ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യം മരുന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഇഷ്ടംപോലെ കുടിച്ചിക്കാണ്ട് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും കച്ചറുണ്ടാക്കുക എന്നുള്ളതല്ല എന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ മുസ്ലിംകൾക്ക് ലഹരി തുള്ളി കൊടുക്കാൻ പറ്റൂല, ഹറാമാണ് എന്നൊക്കെയാണ്. പക്ഷെ പിന്നെ ഈ മുസ്ലിംകൾ കുടിക്കുണ്ടാവുക, അവർക്ക് കുറ്റം കിട്ടുന്നില്ല, ബോധം ഉണ്ടാവില്ല. അല്ല, അത് അവരുടെ അറിവില്ലായ്മന്റെ കുഴപ്പമാണ്. അത് വലിയ ആൾക്കാരൊക്കെയാണല്ലോ. അല്ല, അതായത് വലിയ ആള് ചെറിയ ആള് എന്നില്ല, അറിവില്ലായ്മ എല്ലാവർക്കും ഉണ്ടാവും. മദ്യം മരുന്നായിട്ട് ഉപയോഗിക്കുക. മരുന്ന് പറയുമ്പോ മരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ഇതുണ്ട്, എത്ര വേണ്ടതെന്ന് വെച്ചാൽ. അത് മദ്യം മാത്രമല്ല. അപ്പൊ നമ്മള് പഞ്ചസാര ഇട്ടുകൊണ്ട് ചായ കൂടുതൽ കുടിച്ചാൽ ഷുഗർ ഉണ്ടാവില്ലേ, അത് തെറ്റല്ലേ. അപ്പൊ ആവശ്യത്തിന് ഉപയോഗിക്കുക. അമിതമായാൽ അമൃതും വിഷം എന്നാണ്. അമിതമായാൽ അമൃതും വിഷം എന്നാണ്. അമൃത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഏറ്റവും നല്ല സാധനമല്ലേ. അത് അധികമായാലുണ്ടെങ്കിൽ അധികം അസുഖമാണ്. അപ്പൊ അതൊക്കെ ആവശ്യത്തിന് കണ്ടറിഞ്ഞ് ഓരോ വ്യക്തികളും മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ പറയേണ്ടതുള്ളൂ. ഇപ്പം ഈ ലഹരി കുറെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുക അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ ഓർക്ക് വേണ്ടിട്ട് ഒരു ക്ലാസ് നിങ്ങള് ജയിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? പഞ്ചായത്ത് തലത്തില്, വാർഡ് തലത്തില് ചെയ്യേണ്ട കാര്യമാണ്. അത് ഒരു മദ്യത്തിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ കാര്യം മാത്രമല്ല, ഓരോ പൗരന്റെയും അവകാശങ്ങൾ എന്താണെന്നും പൗരന്റെ കടമകൾ എന്താണെന്നും അതൊക്കെ വാർഡ് തലത്തില് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുത്ത ഭരണസമിതി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യണില്ല എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ ശാപം. വേറൊന്നുമില്ല, പഞ്ചായത്ത് ഭരണസമിതി ചെയ്യേണ്ട കാര്യം ഭരണസമിതി ചെയ്യണില്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അവർക്കത് അറിയില്ല, അതാണ് ഏറ്റവും വലിയ ഭാഷ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇത് പാർട്ട് 1 കഴിഞ്ഞ് പാർട്ട് 2 ഇതിന്റെ പുറകെ വരും. അപ്പൊ കുഞ്ഞാക്ക വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പൊ വീഡിയോ കൈയാണ് വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ.